പവർ സ്റ്റേഷൻ്റെ താഴെയുള്ള ഒരു പാലമായത്. അവിടെ ഭയങ്കരമായിട്ടും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ താഴെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ടും വെള്ളം ഒഴുകുന്നത്. മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു പാലമായത്, തൂക്കുപാലം. ഈ പാലത്തിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ശക്തിക്ക് വെള്ളം ഒഴുകുന്നുണ്ടോ. ഭയങ്കര അപകടം നിറഞ്ഞൊരു ആറാണത്. ഒരുപാട് പേര് മരിച്ചതാണ് ഇവിടെ വന്ന് വീണ്. പാലത്തൊന്നല്ല, അല്ലാതെ പൊതുവെ കുളിക്കാൻ ഇറങ്ങിയും അതുപോലൊക്കെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഇറങ്ങി ഒരുപാട് പേര് മരണപ്പെട്ടതാണ്. ഇതാ വളരെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷേ അതത്രയും അതിനേക്കാളും ഡേഞ്ചറസാണ് ഈ ആട്. തൂക്കുപാലം കടന്ന് അപ്പറേ മൂലമറ്റം പിന്നെ നമുക്ക് അതിനെ കയറി പവർ സ്റ്റേഷൻ ഇങ്ങേ പറ വരാൻ പറ്റും. ഇപ്പറേ വഴി കയറി നമുക്ക് മൂലം പവർ സ്റ്റേഷൻ്റെ അപ്പുറത്തോട്ട് എല്ലാം പറ്റും. നമ്മൾ ആ കാണുന്നത് ഇവിടെ നിന്ന് വീഡിയോ പിടിച്ചാൽ കാണാൻ പറ്റില്ല. ഞാൻ ആ കാണിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് മൂലമറ്റം പവർ സ്റ്റേഷനിലെ വെള്ളം വരുന്നത്. അപ്പറേ ഇവിടെ 2 തോട്ടിലെ വെള്ളം വരുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം വരുന്നതാണ് ഈ വശത്തോട് വരുന്നത്. അപ്പോൾ അങ്ങനെ 3-4 സ്ഥലത്തു നിന്ന് ഒന്നിച്ച് വന്ന് വെള്ളം ചേർന്ന് അങ്ങ് താഴെ അങ്ങ് പോവാം. അവിടെ ഡാമിലോട്ടാണ് ചെല്ലുക. താഴെയും ഒരു ഡാമുണ്ട്, അപ്പോൾ ആ ഡാമിനകത്തോട്ട് തന്നെയാണ് ഈ വെള്ളം ചെല്ലുന്നത്. ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് പേര് താഴെയൊക്കെ വീണ്ടുള്ള അവിടുന്ന്. തൂക്കുപാലമാണ്. അപ്പോൾ ഈ പാലത്ത് നിൽക്കുന്നവരെ നമ്മൾ സൂക്ഷിച്ച് വളരെ നോക്കി കണ്ട് നിൽക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ താഴോട്ട് വീണിൽ മൊബൈലൊക്കെ ചിലപ്പോൾ താഴെപ്പാൻ ചാൻസ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്നവരാണ്. ഇവിടെ കാല് സ്ലിപ്പാവും, കാരണം ഇതിൽ കിട്ടേക്കുന്ന ഈ കമ്പി കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ മുന്നോട്ടാകുമ്പോൾ ചിലപ്പോൾ ഈ കാല് കെട്ടി നമ്മൾ സ്ലിപ്പാകാനൊക്കെ ചാൻസ് ഉള്ളൊരു ഇതാ അവിടെ. ഇതാണ് മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്നും അങ്ങനെ 3-4 ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ആറ്. അത് പാതയാണ്, അത് ആറെന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ വെള്ളം ഇതിങ്ങോട്ട് വിടാനുള്ളൊരു പാത പോലത്തെ ഒരു സംവിധാനമാണ് ഇത്. അത് ലാസ്റ്റ് ഡാമിൽ നിന്ന് ആറ്റിലോട്ടങ്ങ് ചെന്ന് ചേരുക. നിങ്ങൾക്ക് കാണാം, ഈ കാറ്റ് വീശുന്നത് കാണാൻ പറ്റും. പക്ഷേ കാറ്റ് ഈ വെള്ളം ഒഴുകുന്നതുകൊണ്ടാണ് ഈ കാറ്റ് വീശുന്നത്.